വിജയരാഘവന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. അത് വയനാട് CPM-ന്റെ ജില്ലാ സമ്മേളനത്തിൽ ശ്രീ വിജയരാഘവൻ പറഞ്ഞത് വളരെ അധികം ഞെട്ടിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം വർഗീയ പാർട്ടികളുടെ, അതായത് മുസ്ലിം സംഘടനകളുടെ പിന്തുണയില്ലായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ ലോക്സഭയിലേക്ക് എത്തില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം മുസ്ലിം വോട്ടുകളൊക്കെ വർഗീയ വോട്ടുകളാണ് എന്നുള്ള രീതിയിലേക്ക് CPM എത്തിച്ചേർന്നിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് MA ബേബിയുടെ ഇന്നലത്തെ തിരുവനന്തപുരം പ്രസംഗം. അദ്ദേഹം വിമർശിച്ചത് BJP-യേക്കാൾ ശക്തമായിട്ട് കോൺഗ്രസിനെയാണ് വിമർശിച്ചത്. അപ്പോൾ ഇന്ന് കേരളത്തിൽ പോലും BJP-യോടുള്ളതിനേക്കാൾ ശത്രുത CPM-ന് കോൺഗ്രസിനോടാണെന്നും മുസ്ലിം വോട്ടുകളെല്ലാം വർഗീയതയുടെ വോട്ടുകളാണെന്നും എന്നുള്ള പ്രസ്താവന അത്യധികം ഗൗരവത്തിൽ കാണേണ്ടതാണ്. കേരളത്തിൽ CPM BJP-യുടെ B ടീമായി കേരളത്തിൽ മാറിയിരിക്കുകയാണ്. അത് ജനാധിപത്യ മതേതര ചേരിക്ക് ഏറ്റവും ഭീഷണിയായി ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സമുദായ സംഘടനകൾ കോൺഗ്രസിൽ വിശ്വാസം അർപ്പിച്ചു തുടങ്ങിയോ? തീർച്ചയായിട്ടും. ഇപ്പോൾ NSS-ന്റെ യോഗത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നതും മരാമൺ കൺവെൻഷനിൽ ശ്രീ VD സതീശൻ പങ്കെടുക്കുന്നതും കോൺഗ്രസ് അതിനൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഈ അടുത്ത കാലങ്ങളിലായി പല മാധ്യമങ്ങളിലും വന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസിൽ നിന്ന് സമുദായങ്ങൾ അകലുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴ് കാണുന്നൊരു ചിത്രം സമുദായ സംഘടനകൾ കോൺഗ്രസിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനും UDF-നും വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇപ്പോൾ ഇതിനെ ഒരു മുഖ്യമന്ത്രി തർക്കമായിട്ട് ആരും കാണേണ്ട ആവശ്യമില്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം MLA-മാരുടെ അഭിപ്രായങ്ങൾ കൂടെ സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ് തീരുമാനമെടുക്കുക. ഒരിക്കലും മുഖ്യമന്ത്രിയെ മുൻനിർത്തി, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയ ഒരു പ്രചരണം കോൺഗ്രസിനില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നേരെ മറിച്ച് ഈ വിവിധ സമ്മേളനങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാർ പങ്കെടുക്കുന്നത്, വിവിധ സമുദായങ്ങളുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത് തികച്ചും പോസിറ്റീവാണ്. അതായത് കേരളത്തിനെ രക്ഷിക്കാൻ ഇനി UDF ആണ് ഏറ്റവും നല്ലതെന്ന് സമുദായ സംഘടനകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു പോസിറ്റീവായിട്ടാണ് പാർട്ടി ഇതിനെ കാണുന്നത്. കരുണാകരൻ അല്ലെങ്കിൽ പിന്നീട് ഉമ്മൻചാണ്ടി ആവട്ടെ ഈ സമുദായ സംഘടനകളെയൊക്കെ ഒരുപോലെ മാനേജ് ചെയ്യുകയും അവരുമായി ആത്മബന്ധം പുലർത്തുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. കോൺഗ്രസിൻ്റെ ഒരു ശൈലി അതാണോ? തീർച്ചയായിട്ടും. സമുദായ സംഘടനകളെ മാറ്റി നിർത്തിക്കൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ അതേസമയത്ത് പാർട്ടിക്കൊരു നയം ഉണ്ടാവണം. ആ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സമുദായങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്നുള്ള നയമാണ് കരുണാകരൻ്റെ കാലം മുതൽക്ക് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് 1972 കോളേജ് ഫീസിൻ്റെ പേരിൽ അന്ന് വിവിധ സമുദായങ്ങൾ രംഗത്തിറങ്ങുകയും ബിഷപ്പുമാർ വരെ സർക്കാരിനെതിരായി സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ പിന്നീട് ആ മതമേലധ്യക്ഷന്മാരുമായി ഒരു കോംപ്രമൈസിന് മുന്നിട്ടിറങ്ങിയത് കരുണാകരനാണ്. അന്ന് കരുണാകരനെ ബിഷപ്പ് ഹൗസുകളുടെ തിണ്ണ നിരങ്ങിയെന്നൊക്കെ വിളിച്ച് പലരും ആക്ഷേപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈനാണ് ശരിയെന്ന് പിന്നീട് തെളിഞ്ഞു. അതുകൊണ്ട് സമുദായ സംഘടനകളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക എന്നുള്ള രാഷ്ട്രീയ ലൈനാണ് കോൺഗ്രസ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയാകാൻ അഭികാമ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് അല്പം വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു. എങ്ങനെയാ അഭിപ്രായം? അല്ല, ഞങ്ങൾ മുഖ്യമന്ത്രി ആരാണെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുക. അതിൽ അന്നത്തെ സാഹചര്യം അനുസരിച്ച് തീരുമാനമെടുക്കും. അതിൽ പല സമുദായ നേതാക്കന്മാരും പല അഭിപ്രായം പറയും. അതിനൊന്നും ഞങ്ങൾ പ്രതികരിക്കുന്നില്ല. പക്ഷേ സമുദായങ്ങൾ കോൺഗ്രസുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഒരു ശുഭ സൂചനയായിട്ട് ഞങ്ങൾ കാണുക.